ചിന്നതമ്പി കാട്ടുപൂച്ചയാണെന്ന് കരുതി ഒരു പുലിയെ എടുത്ത് വളർത്തുന്നുണ്ട്. കുറച്ചു നാൾ കഴിഞ്ഞതും പുലി വലുതായതും അവനിക്കത് ഒരു പുലിയാണെന്ന് മനസ്സിലാവാണ്. അതുകൊണ്ട് തന്നെ വൈഫിന്റെ ഐഡിയോടുകൂടി തന്നെ ആ ഒരു പുലിയെ കാട്ടിൽ തന്നെ കൊണ്ടുപോയി വിടാമെന്ന് അവര് തീരുമാനിക്കാണ്. പക്ഷേ അവിടെ ഒരുപാട് വേട്ടക്കാരുണ്ടെന്നും കാടിന്റെ നടുക്കിലായിട്ട് കൊണ്ടിടാമെന്നും അവര് തീരുമാനിക്കുന്നുണ്ടെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ അവരെ കാടിന്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടില്ല. എങ്ങാനും ആ പുലിയെ അവിടെ വിട്ടിട്ട് പോയാല് വേട്ടക്കാരോ വല്ല മൃഗങ്ങളോ എന്തായാലും കൊല്ലുമെന്ന് മനസ്സിലാക്കിയ ചിന്നത്തമ്പി അവന്റെ ഭാര്യയും കൂടി വീട്ടിലേക്ക് തന്നെ ആ പുലിയെ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് മലമുകളിലുള്ള ഒരു ചെറിയ ഗ്രാമത്തില് ആരും അറിയാതെ ഈ ഒരു പുലിക്കുട്ടിയെ വളർത്താമെന്ന് തീരുമാനിക്കുകയാണ്. ആ പുലിക്കുട്ടിക്ക് വേണ്ടി പാലും ഭക്ഷണവും എല്ലാം കൊടുത്ത് അവര് നല്ല പോലെ അതിനെ വളർത്തുന്നുണ്ട്. പക്ഷെ അത് ദിവസങ്ങൾ കഴിയും തോറും വലുതായി വരാണ്. ഒരു ഘട്ടത്തിക്ക് മേലെ നാട്ടുകാരറിയാതെ അവർക്കത് മറച്ചു പിടിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് ചിന്നത്തമ്പിയുടെ വീട്ടില് പുലി ഉണ്ടെന്നുള്ള കാര്യം നാട്ടുകാരെല്ലാവരും അറിയാണ്. ആ ഒരു ചെറിയ ഗ്രാമത്തില് കരടിയുടെ ശല്യം ഒരുപാടായിരുന്നു. ഈ ഒരു പുലി ഉള്ളതുകൊണ്ട് കരടിനെ പിടിക്കുകയും ആ ഒരു നാട്ടുകാർക്ക് അതൊരു വലിയ സഹായമാവുകയും ചെയ്യാണ്. ആ ഗ്രാമം മലമുകളിലായതുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാൾ പോലും വരുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് പറ്റുന്ന വിധത്തിൽ ഫുഡെല്ലാം ഈ പുലിക്ക് വേണ്ടി കൊണ്ടുചെന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും ഒരു വലിയ പുലി അവിടെ വളരുന്നുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്, വേഗം തന്നെ ആ ഒരു പുലിയെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ വിട്ടുതരണമെന്ന് പറയാണ്. വേറെ നിവൃത്തിയില്ലാതെ ചിന്നത്തമ്പിയും അതിനെ സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ പുലിയെ കൂട്ടിലടിച്ച് അവർ കൊണ്ടുപോകുന്നുണ്ട്. പുലിയെ വീട്ടിൽ വളർത്തിയതിന്റെ പേരിൽ ഇവരുടെ പേരിൽ കേസ് വരുന്നുണ്ട്. അവസാനം ജഡ്ജി തീരുമാനിക്കുകയാണ് ആ ഒരു നാട്ടിലുള്ള ആൾക്കാർക്ക് മുഴുവൻ ഒരു ചെറിയ ശിക്ഷയും ഇത്ര നന്നായി ആ ഒരു പുലിയെ വീട്ടിൽ വളർത്തിയോണ്ട് ആ ഒരു പുലിയെ ഇനി കാട്ടിക്ക് വിടണ്ടാന്നും സൂയിൽ വളർത്താമെന്നും തീരുമാനിക്കുകയാണ്. ആ പുലിയെ കൂടെ നിന്ന് നോക്കാനായിട്ട് ചിന്നത്തമ്പിക്ക് സൂ കീപ്പർ ജോലിയും ലഭിക്കുന്നുണ്ട്.